ബനാന മഫിൻസിൻ്റെ റെസിപ്പിക്ക് ശേഷം ഞാൻ അഭിമാന പുരസ്കാരം അവതരിപ്പിക്കുന്നു പാൻ കേക്ക്. കുറച്ചധികം സിമ്പിൾ പരിപാടിയാണിത്. ആട്ടപ്പൊടി എടുക്കുക, മുട്ട പൊട്ടിച്ചൊഴിക്കുക, ആവശ്യമുള്ളത്രയും ഷുഗർ ഇടുക, എന്നിട്ട് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്യുക. ആ പഴം അവിടെ വെച്ചത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെയാണ് സത്യം മനസ്സിലാക്കിയത് പഴം ശരിക്കും പഴുത്തിട്ടില്ലായിരുന്നു. സോ അതങ്ങ് നമുക്ക് ഒഴിവാക്കാം. ഒരാർഭാടത്തിന് വെള്ളത്തിന് പകരം നമുക്ക് പാലൊഴിച്ച് മിക്സ് ചെയ്യാം. പിന്നെ പഴം പഴുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ആഡ് ചെയ്ത ഷുഗർ ഒഴിവാക്കായിരുന്നു. അതാണ് കുറച്ചുകൂടെ ഹെൽത്തി. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ, എന്നിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഷുഗർ നമ്മൾ അധികം ആഡ് ചെയ്യാത്തതുകൊണ്ട് എന്തായാലും മധുരം കുറവായിരിക്കുമല്ലോ, അപ്പോൾ കുറച്ച് ഹണിയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ബാറ്റർ ഓൾമോസ്റ്റ് സെറ്റായി. ഇനി ഇത് ചുട്ടെടുത്താൽ മതി. ഒരു പാനിൽ കുറച്ച് ബട്ടർ തൂത്തിട്ട് ഇതിങ്ങനെ അങ്ങ് ഒഴിക്കുക. ഇത് ചെറുതായിട്ട് പാളിപ്പോയ റെസിപ്പിയാണെന്ന് വേണമെങ്കിൽ പറയാം, കാരണം ബാറ്റർ ഇത്രയും തിക്കാവാൻ പാടില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചത് ബേസിക്കലി ബനാന കൊണ്ടായിരുന്നു. ബനാന പഴുത്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഉള്ള മൂടൊക്കെ പോയി. പിന്നെ ഒരു തട്ടിക്കൂട്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആയത്. പക്ഷെ കുറച്ചുകൂടെ ലൂസാക്കി എടുത്താൽ സാധനം സെറ്റായിരിക്കും. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ബനാന ആഡ് ചെയ്യാത്തതുകൊണ്ട് നോർമലി ഉള്ള പാൻ കേക്ക്സിൻ്റെ അത്രയും സോഫ്റ്റ്നെസ് ഇതിനുണ്ടായില്ല. ഇനി ഇതേപോലെ ന്യൂട്ടലയോ മേപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ ഹണിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും കൂട്ടി കഴിക്കാം. ജനറലി പറയുകയാണെങ്കിൽ പാൻ കേക്കിൻ്റെ കോംബോ എപ്പോഴും മേപ്പിൾ സിറപ്പാണ്. പക്ഷേ അതിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ന്യൂട്ടല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു.